സ്റ്റേഡിയത്തിന്റെ ഗ്യാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഉമ തോമസ് MLA 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടാണ് GCDAക്ക് നോട്ടീസ് അയച്ചത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ഉമ തോമസ് MLAയുടെ പരിക്ക് അന്ന് അത്രത്തോളം ഗുരുതരമായതാണ്, നമ്മൾ അന്ന് കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ നഷ്ടപരിഹാരം തേടി അവർ ഒരു നിയമ നടപടിയിലേക്ക് കടക്കുകയാണ്. പറയൂ നിഷ. രാഖി, കഴിഞ്ഞ വർഷം ഡിസംബർ 29-നാണ് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ഗ്യാലറിയിൽ നിന്നും ഒരു പരിപാടിക്കിടെ വീണ് ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേറ്റത്. അന്ന് 47 ദിവസമാണ് അവർ ആശുപത്രിയിൽ കഴിഞ്ഞത്. എന്തായാലും തനിക്ക് വലിയ ഒരു പരിക്ക് സംഭവിച്ചു. തനിക്ക് അതിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു തുക ചിലവായി. ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റേഡിയത്തിന്റെ ഉടമകളായ GCDAക്ക് ഉമാ തോമസ് MLA വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 2 കോടി രൂപ നഷ്ടപരിഹാരമാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. GCDAക്കും ഒപ്പം തന്നെ ഈ പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷ്ണും കൊച്ചിൻ കോർപ്പറേഷനുമാണ് ഈ വക്കീൽ നോട്ടീസ് ഉമാ തോമസ് അയച്ചിരിക്കുന്നത്. ഇതിൽ ഉമാ തോമസ് ഈ GCDAയെ നേരിട്ട്, അതായത് ഇതിനു മുൻപ് GCDAയെ സമീപിച്ച് തനിക്ക് വളരെ വലിയ ഒരു തുക ചികിത്സയ്ക്കായി ചിലവായതായും ഈ സ്റ്റേഡിയത്തിൻ്റെ GCDAയുടെ ഭാഗത്തു നിന്നുണ്ടായ സുരക്ഷാ വീഴ്ചയൊക്കെയാണ് തനിക്ക് ഇത്തരത്തിൽ വളരെ ഗുരുതരമായൊരു പരിക്കേൽക്കാൻ കാരണമെന്നുമൊക്കെ ഉമാ തോമസ് GCDAയെ അറിയിച്ചിരുന്നു. പക്ഷേ ഉമാ തോമസിൻ്റെ ഈ ഒരു ആവശ്യം, തനിക്ക് നഷ്ടപരിഹാരം വേണമെന്നൊരു ആവശ്യം പരിഗണിക്കാൻ പോലും GCDA തയ്യാറായില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉമാ തോമസ് ഈ GCDAക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ 47 ദിവസമാണ് അന്നവർ ആശുപത്രിയിൽ കഴിഞ്ഞത്. ഗുരുതരമായ ഒരു പരിക്ക്, ജീവന് പോലും അപകടം ഭീഷണിയാവുന്ന തരത്തിലുള്ള ഗുരുതരമായ പരിക്കാണ് അന്ന് ഉമാ തോമസ് MLAക്ക് സംഭവിച്ചത്. കാരണം അന്ന് അവിടെ ഒരു മൃദംഗ വിഷ്ണു എന്ന് പറയുന്ന ഒരു അവർ സംഘടിപ്പിച്ച ഒരു നൃത്ത പരിപാടിക്ക് ഇടെയാണ് ഉമാ തോമസ് MLA അവിടെ വെച്ചിരുന്ന ഒരു കൈവരിയിൽ പിടിച്ചപ്പോൾ അതുമായി മറിഞ്ഞ് താഴെ വീണതും ഒരു കല്ലിലൊക്കെ ഇടിച്ച് അവർക്ക് വലിയ പരിക്കേൽക്കുന്നതും. എന്തായാലും ഈ പരിപാടി നടത്താൻ ആവശ്യമായ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കൊച്ചി കോർപ്പറേഷനും ഒപ്പം തന്നെ GCDAയും ഒന്നും തന്നെ അന്വേഷിച്ചില്ല. ഈ പരിപാടിക്ക് വേണ്ട സംവിധാനങ്ങൾ, അതായത് സുരക്ഷാ സംവിധാനങ്ങൾ മൃദംഗ വിഷൻ ഒരുക്കിയിരുന്നു എന്നുള്ള കാര്യമൊന്നും ഈ പരിപാടി നടത്താൻ ആ ഒരു വേദി നൽകിയ GCDA അന്വേഷിച്ചില്ല. ഇതൊക്കെ തന്നെയാണ് ഇവർ ഈ വക്കീൽ നോട്ടീസിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്തായാലും ഈ തനിക്ക് സംഭവിച്ച ഗുരുതരമായ പരിക്ക്, തൻ്റെ കയ്യിൽ നിന്നും വന്ന ഈ ഇത്രയും ഒരു അധികം രൂപ ചിലവായി, ഇതൊക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ GCDAക്ക് ഇവർ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തായാലും ഉമാ തോമസ് MLA വീഴുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും തന്നെ കണ്ടതാണ്. ഗുരുതരമായ ഒരു പരിക്ക്, ജീവന് പോലും അപകടകരമാവുന്ന രീതിയിൽ ഗുരുതരമായ ഒരു പരിക്കിൽ നിന്നൊക്കെയാണ് അവർ അന്ന് രക്ഷപ്പെട്ടു വന്നത്. എന്തായാലും ഉമാ തോമസിൻ്റെ ആദ്യം അവർ പറഞ്ഞ ആവശ്യം, നഷ്ടപരിഹാരം വേണമെന്നൊരു ആവശ്യം GCDA പരിഗണിക്കാൻ പോലും തയ്യാറാകാത്തൊരു സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് പോൾ തോമസ് മുഖേന 2 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഉമാ തോമസ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. രാഖി. ശരി നിഷ, എന്തായാലും കലു സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്നാണ് അന്ന് ഉമാ തോമസ് MLA വീണ് അവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ആ സംഭവത്തിലാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്.